സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ട്രിപ്ലി ടോക്സ്. ഇന്ന് ട്രിപ്ലി ടോക്സിലൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡേ ബിഫോർ എക്സാം ആൻഡ് എക്സാം ഡേ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ 2 ദിവസങ്ങളാണ് ഒരു കോമ്പറ്റീവ് എക്സാം. അത് ഏതും ആയിക്കൊള്ളട്ടെ, ഇലക്ട്രിക്കൽ എക്സാം ആവണമെന്ന് നിർബന്ധമില്ല. ഏത് കോമ്പറ്റീവ് എക്സാം ആണെങ്കിലും അതിൻ്റെ തലേ ദിവസവും ആ എക്സാം ഡേയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നൊരു ബ്രീഫ് ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. കേരള PSCയുടെ എക്സാംസിൻ്റെ ഒരു സീസണാണ് വരുന്നത്. അപ്പോൾ ഈ സീസണിൽ നമുക്ക് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ടിപ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു എക്സാം ഡേയുടെ തലേ ദിവസം, അത് നമുക്ക് ഏറ്റവും പ്രഷറുള്ള ഒരു ദിവസമാണ്. ആ ദിവസം എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം? അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. റിവിഷൻ ഈസ് ദ കീ എന്ന് പറയാം. റിവിഷൻ മാക്സിമം ചെയ്യാൻ പറ്റുക, അതായത് നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വായിക്കുക. മാക്സിമം കൂളായിട്ടിരിക്കേണ്ട ഒരു ദിവസമാണ്. റിവൈസ് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യുക, ഫോർമുലാസ്, നോട്ട്സ് എക്സെട്ര അതൊക്കെ മാക്സിമം കവർ ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേ കാം ആൻഡ് റിലാക്സ്ഡ്. മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ ബ്രേക്സ്, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കാതെ ഒരു 1 hour വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 minutes നമ്മൾ ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഒരു 5 minutes ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു റിവിഷൻ ചെയ്യുക. കംപ്ലീറ്റ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് എല്ലാം ഫോർമുലാസ് എല്ലാം റിവൈസ് ചെയ്യുക. എന്നിട്ട് കൂളായിട്ടിരിക്കുക. കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒന്ന് മൈൻഡ് കൂളാവാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ കണ്ടീഷൻ തന്നെയായിരിക്കും. അപ്പം ആ ഒരു സ്ട്രെസ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഒരു ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്നത് ഒരു 4 കൗണ്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. ദെൻ നമ്മൾ എക്സെയിൽ ചെയ്യുക. അങ്ങനെ ഒരു 5 to 10 times എടുക്കുന്നത് നല്ലൊരു റെമഡി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ആൻഡ് തേർഡ് തിങ് ഈസ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമുക്ക് എക്സാം ഹാളിലേക്ക് കറക്റ്റ് വെന്യൂ എവിടെയാണെന്ന് നമ്മൾ നോക്കി വയ്ക്കുക. എസ്പെഷ്യലി ഇലക്ട്രിക്കൽ ടെക്നിക്കൽ PSCs ഒക്കെ തന്നെ മോർണിംഗ് ആയിരിക്കും. അപ്പം ആ മോർണിംഗിൽ അവിടെ എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ അത് അറേഞ്ച് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് വേണം. അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം നിങ്ങൾ കോപ്പി എടുത്താൽ മതിയാകും. ആൻഡ് അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു ID പ്രൂഫാണ്. വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, ആധാർ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, വാലിഡ് ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് രണ്ടും, പിന്നെ ഒരു പെന്നും വേണം, 1 or 2 പെന്ന്. അപ്പം എങ്ങനെയാണ് പെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് എക്സാമിന് തലേന്ന് പോയൊരു പെന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എക്സാമിന് ഒരു 1 week മുന്നേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെന്ന്, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 പെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലെക്സി പെന്നാണ്. ലെക്സി പെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 1 week മുന്നേ വാങ്ങിച്ച് നിങ്ങൾ കുറച്ച് എഴുതണം. അതിൻ്റെ ഒരു 20% എങ്കിലും എഴുതിയിരിക്കണം. അപ്പോൾ ആ ഒരു ഇങ്കിന് ഒരു കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. എന്നിട്ട് വേണം നിങ്ങൾ OMR ഷീറ്റിൽ അത് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ലെക്സി പെൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ ചീപ്പായിട്ട് നമുക്ക് കടയിലൊക്കെ ബൾക്കായിട്ട് കിട്ടുന്ന ഒരു 5 rupees പെന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്യാവശ്യം ആസ്പിരൻസിനൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെന്നാണ്. അത് യൂസ് ചെയ്ത് അതും ഒരു 1 week മുന്നേ 1-2 എണ്ണം വാങ്ങിക്കുക. അതിനുശേഷം ഒരു 20% എഴുതുക. ആ 20% യൂസ് ചെയ്ത പെന്ന് തന്നെ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോവുക. അതെന്തിനായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്മൂത്തായിട്ട് OMR ഷീറ്റ് നിങ്ങൾക്ക് ബബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതുക, പെന്നും. പിന്നെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് സ്ലീപ്പാണ്. ആ ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ആ ഒരു ദിവസം ഉറങ്ങാതിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഉണ്ടാവില്ല. മാക്സിമം റെസ്റ്റ് എടുക്കുക. അതോടൊപ്പം നമ്മൾ ചെറിയ ബ്രേക്സും അതുപോലെ ബ്രീത്തിങ് എക്സസൈസും, ഇനി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ഒരു 10 minutes എക്സസൈസും ഒക്കെ ചെയ്യുക. ഹെൽത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ എക്സാമിന് ഒരു 1 month മുന്നേ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഗുഡ് ഹോംലി ഫുഡ് തന്നെ പ്രിഫർ ചെയ്യുക. ഈ വെളിയിൽ നിന്നുള്ള ഹോട്ടൽ ഫുഡും അങ്ങനെയുള്ള
ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതുമൊക്കെ റാങ്ക് മേക്കേഴ്സ് ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഡേ ബിഫോർ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1 മന്തിന് മുന്നേ ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 വീക്കിന് മുന്നേ ചെയ്യേണ്ട കാര്യവും പറഞ്ഞു. ഇനി എക്സാം ഡേ എങ്ങനെയായിരിക്കണം നമുക്ക് എക്സാം ഡേ? നമ്മുടെ കേരള PSCയുടെ എക്സാംസ് എല്ലാം മോർണിംഗ് ആണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൈം മാറി 7 മണിക്കാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 7 മണിക്ക് തന്നെ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു 6:45 ആകുമ്പോൾ തന്നെ നിങ്ങൾ വെന്യൂവിൽ എത്തിയിരിക്കണം. അതിനുവേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കിയിരിക്കണം. അതിനുശേഷം 7 മണിക്ക് മുന്നേ അവിടെ എത്തുക. വളരെ കൂളായിട്ട് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കരുതാം. അതുപോലെ തന്നെ നമുക്ക് 7 o'clock കയറുന്നു. 7:20 വരെ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് OMR ഷീറ്റ് തരും. OMR ഷീറ്റിൽ ആ ടീച്ചർ പറയുന്ന ക്ലാസ്സിലെ ഇൻവിജിലേറ്റർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് നമ്മൾ ഒരു 1 or 2 months നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം ഫുള്ള് പോകും. ബിക്കോസ് വളരെ സൂക്ഷിച്ച് വേണം അത് ഫില്ല് ചെയ്യാനായിട്ട്. ആൻഡ് ടൈം പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെറുതെ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല. അപ്പം 7 to 7:20 നമുക്കൊരു ടൈം കിട്ടും OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യാൻ. അതിനുശേഷം 7:20 ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. എവറി 30 minutes നിങ്ങൾക്ക് ഒരു വാർണിംഗ് മെല്ലുണ്ടാവും. ആൻഡ് 8:50 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസും 90 മിനിറ്റുമാണുള്ളത്. ആ ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അപ്പം നമുക്ക് ഈ ഒരു ലെക്സി പെന്ന്, ഞാൻ പറഞ്ഞ ലെക്സി പെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 rupees പെന്നോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ബബിൾ ചെയ്യാൻ പറ്റും. ഇനി ബബിൾ ചെയ്യാനൊക്കെ പാടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ OMR ഷീറ്റിന് സാമ്പിളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിപ്പം തന്നെ ഓർഡർ ചെയ്ത് അത് വാങ്ങിച്ച് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു OMR ഷീറ്റ് ബബിൾ ചെയ്യാനുള്ള ഒരു സ്പീഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇതൊക്കെയാണ് റാങ്ക് ഹോൾഡേഴ്സ് യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.